ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ശിശുക്ഷേമ സമിതിയിലെത്തിയ 2.5 വയസ്സുകാരിയായ ഒരു കുട്ടിക്ക് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ മർദ്ദനമാണ്. കൃത്യനിർവഹണത്തിന് ശേഷം ഏകദേശം ഒരാഴ്ചയോളമാണ് ഈ ആയമാർ ഈ വിവരം പുറത്തു പറയാതെ മറച്ചു വെച്ചത്. കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് ഈ കുട്ടിയെ ദേഹോദ്രവം ഏൽപ്പിച്ചത്. അതിനുശേഷം ഒരു കല്യാണ സൽക്കാരത്തിൽ പങ്കെടുക്കവേ ഇതിൽ പങ്കെടുത്ത ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് താൻ ആ കുട്ടിക്ക് തക്കതായ ശിക്ഷ നൽകിയിട്ടുണ്ട് എന്ന് പറയുകയും ഈ കൃത്യനിർവഹണം തടയാനോ അത് പുറത്തു പറയാനോ തയ്യാറാകാതെ കേട്ട് വളരെ ആവേശത്തോടെ ചിരിക്കുകയുമാണ് മറ്റ് ആയമാർ ചെയ്തത്. അതിനുശേഷം ഏകദേശം ഒരാഴ്ചയോളം ഈ കുട്ടിയെ കുളിപ്പിച്ചിരുന്നത് ഈ 3 ആയമാർ ആയതുകൊണ്ട് തന്നെ വിവരങ്ങൾ പുറത്തു വരാൻ ഒരുപാട് വൈകി. അതിനുശേഷം കുട്ടിയെ കുളിപ്പിക്കുന്ന ഡ്യൂട്ടിയിൽ നിന്ന് ആയമാർ മാറിയതിനു ശേഷം പുതിയ ആയ വന്നപ്പോൾ കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ കുട്ടി അസാധ്യമായി കരയുന്നതും അതുപോലെ തന്നെ പിടയുന്നതും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും പരിശോധിച്ചപ്പോൾ പിൻഭാഗത്തും അതുപോലെ തന്നെ ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗത്തും കൈയുടെ വെള്ളയിലും എല്ലാം വളരെ അപകടങ്ങൾ പറ്റിയ പാടുകൾ ആ സ്ത്രീ കാണുകയും അതിനുശേഷം ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം ഈ 3 ആയമാരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യമായി ആയമാരെ അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. 2.5 വയസ്സുകാരിക്ക് നേരിട്ട ക്രൂരതയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രതികളുടെ കുറ്റസമ്മത മൊഴി തന്നെ ക്രൂരത വ്യക്തമാക്കുന്നു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലെത്തിയ കുട്ടിയോട് അറസ്റ്റിലായ ആയമാർ പെരുമാറിയത് അതിക്രൂരമായി. കിടക്കയിൽ പതിവായി മൂത്രമൊഴിക്കുന്ന കുട്ടിയെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പ്രധാന പ്രതി അജിത ഒപ്പമുണ്ടായിരുന്നവരോട് പറയുന്നത് കഴിഞ്ഞ മാസം 24-ന് ഒരു വിവാഹ സൽക്കാര വേദിയിൽ വച്ച്. കുട്ടിയെ ഉപദ്രവിച്ചെന്ന് വ്യക്തമായിട്ടും അത് കേട്ട് സന്തോഷിച്ചതല്ലാതെ ഉപദ്രവം തടയാനോ റിപ്പോർട്ട് ചെയ്യാനോ ഒപ്പമുണ്ടായിരുന്ന സിന്ധുവും മഹേശ്വരിയും തയ്യാറായില്ലെന്ന് പോലീസ് പറയുന്നു. ഒരാഴ്ചയോളം ഇവർ വിവരം മറച്ചുവെച്ചു. ഇതിനിടെ കുട്ടിയെ കുളിപ്പിച്ചതെല്ലാം പ്രതികളായിരുന്നതുകൊണ്ട് വിവരം പുറത്തുവരാനും വൈകി. വേദന കൊണ്ട് കുട്ടി കരഞ്ഞുവെങ്കിലും പ്രതികൾ അനങ്ങിയില്ല. ആഴ്ച ഡ്യൂട്ടി മാറി പുതിയ ആയ കുളിപ്പിക്കാൻ വന്നപ്പോൾ കുട്ടി നിലവിളിക്കുന്നത് ശ്രദ്ധിച്ചതാണ് നിർണായകമായത്. സ്വകാര്യ ഭാഗത്തെ മുറിവുകളടക്കം അധികൃതരോട് റിപ്പോർട്ട് ചെയ്യുന്നതും ഈ ആയ. അപ്പോഴേക്കും ഒരാഴ്ച പിന്നിട്ടു. പിൻഭാഗത്ത് അതിക്രൂരമായ മർദ്ദനത്തിനാണ് ഈ കുട്ടി ഇരയായത്. അദ്ദേഹത്തിൻ്റെ പുറകുവശത്തും അതുപോലെ തന്നെ മുൻഭാഗത്തെ കൈക്കും ജനനേന്ദ്രിയത്തിനും എല്ലാം തന്നെ ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സ്ത്രീകൾ അധപ്പതിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഇതിനു മുമ്പും ഈ സ്ത്രീകൾ കുട്ടികളെ അടിക്കുകയുമായി ബന്ധപ്പെട്ട ഒരു പരാതി ലഭിച്ചെങ്കിലും ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന നേതാക്കൾ അതിലിടപെടുകയും അതിന് ശേഷം ഇവയെ ജോലിയിൽ തിരികെ പ്രവേശിക്കുകയുമാണ് ഉണ്ടായത്. ഇത്തരം സ്ത്രീകളെ നമ്മൾ സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും അകറ്റി നിർത്തേണ്ടതാണ്. 2.5 വയസ്സുകാരിയോട് ഈ ക്രൂരത ചെയ്യാൻ ഈ അമ്മമാർക്ക് എങ്ങനെ സാധിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ കേരള മനസാക്ഷിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇത്തരം കുട്ടികളെ ആക്രമിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും ഇല്ലാത്ത ഈ പിഞ്ചു കുട്ടികളെ നമ്മൾ ഇത്തരം ശിശുക്ഷേമ സമിതിയിലേക്കും മറ്റും പറഞ്ഞയക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നും അച്ഛനും അമ്മയും ഒന്നും വരില്ല എന്നുള്ള ഒരു ധൈര്യം ഇത്തരം ആയമാർക്ക് കുറച്ച് പ്രചോദനമായേക്കാം എന്നാണ് നമ്മൾ കരുതുന്നത്. തീർത്തും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ സമൂഹത്തിലും അതുപോലെ തന്നെ കുടുംബത്തിലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മേഖലകളിലും ശക്തമായ ഒരു ബോധവൽക്കരണം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ള ശിക്ഷകൾ കുറഞ്ഞു പോയോ എന്നുള്ള ഒരു സംശയം കൂടി നമുക്കുണ്ട്. ഇത്തരം പ്രവൃത്തികൾ മൂലം അറസ്റ്റിലായാലും എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടി തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ കേരളത്തിലും അതുപോലെ തന്നെ പുറത്തും കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആക്രമണങ്ങളും അതുപോലെ തന്നെ കുട്ടികളോടുള്ള ആക്രമണങ്ങൾ കുറച്ചുകൂടി പെരുകുന്നതായിട്ടാണ് സമീപകാലത്തുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ആക്രമണങ്ങൾ പ്രതിരോധിക്കപ്പെടേണ്ടതും അതുപോലെ തന്നെ അപലപിക്കപ്പെടേണ്ടതും ആണ് എന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും ഈ 3 ആയമാരെയും നിയമത്തിൻ്റെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. തീർത്തും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.